ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ണിനടിയിലെ കറുപ്പിനെ പറ്റിയാണ്, അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ പറ്റിയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വൈകി ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം തന്നെ വൈകി ഉറങ്ങി തന്നെ നിങ്ങൾക്ക് പിറ്റേന്ന് നമുക്കിവിടെ കണ്ണിന് താഴെയായിട്ട് ഒരു പഫിനെസ് കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം ക്ഷീണം ഉണ്ടെങ്കിൽ അത് എന്തായാലും നമ്മുടെ ഫേസിൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സിംറ്റംസ് ആയിരിക്കും നമ്മളെ കണ്ണിനിടയിൽ ഇങ്ങനെ കറുപ്പ് വരിക. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ എന്തായാലും വരും. എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സംഭവമാണ്. പിന്നെ ഇത് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നമുക്ക് അധിക നേരവും നമ്മൾ മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ലാപ്പിനോ കമ്പ്യൂട്ടറിനോ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ണിനിടയിൽ ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൂട്ടീൻ ഒന്ന് നേരെയാക്കുക. നമ്മൾ ഇഷ്ടമാതിരി വെള്ളം കുടിക്കുക. നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തുക. ഇഷ്ടമാതിരി വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യം വെള്ളം എപ്പോഴും കുടിച്ചത് നമ്മളെ ബോഡിക്ക് മൊത്തം നല്ലതാണ്. ഫേസിനും നമ്മുടെ ബോഡിക്കും ഒരുപോലെ നല്ലതാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പം നിങ്ങൾ അതെന്തായാലും എന്താ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അധികം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത്. നമുക്ക് ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് കിട്ടാൻ പറ്റുന്നൊരു റെമഡിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പൊട്ടറ്റയാണ്, നമ്മൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്നെങ്കിൽ പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ റോ ആയിട്ടും എടുക്കാം. അത് നമ്മൾ ചെറിയ പീസാക്കി അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലോ ഒന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് അതിൻ്റെ നീരെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൽ കുറച്ച് തേൻ ഓർ തൈര് ഒഴിക്കാം. തൈര് എനിക്ക് തോന്നുന്നില്ല തൈര് എല്ലാവർക്കും സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് തേനും കൂടെ യോജിപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നമ്മൾ കണ്ണിനടിയിൽ ഇങ്ങനെ പുരട്ടുകയാണെങ്കിൽ, അതായത് ഒരാഴ്ചയിൽ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് എന്ന് പറയുന്നില്ല, ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടാലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ചേഞ്ചസ് കാണാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്യാൻ അത്യാവശ്യം പാടാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു ക്രീം ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കൊജിറ്റിൻ എന്ന് പറയുന്നൊരു ക്രീമുണ്ട്. അത് യൂസ് ആക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും, ഒരു സ്കിൻ ഡോക്ടറെ. അപ്പോൾ അവർ പറയുന്ന മെഡിസിൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവർ പറയുന്ന ക്രീംസൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് എല്ലാം വാരി കണ്ണിൽ തേക്കാനൊന്നും നോക്കത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് വർക്കായെന്ന് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല. നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ സ്യൂട്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനായിട്ട് ഒരു വഴിയില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് പൊട്ടറ്റോ. പിന്നെ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിനും ലാപ്പിനും മുന്നിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാം. ജസ്റ്റ് ഇങ്ങനെ മുഖം കഴുകുന്ന ടിഷ്യൂ വെച്ച് ഇങ്ങനെ കണ്ണിന് താഴെ ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ വെള്ളരി നല്ല സംഭവമാണ്. വെള്ളരി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു കൂളായിട്ടുള്ളൊരു ഫീലിങ്സ് കിട്ടും. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നില്ല ഇത് 1-2 ദിവസം കൊണ്ടൊന്നും മാറത്തില്ല, 1-2 വീക്ക് എടുക്കും. നമ്മൾ നാച്ചുറലി ചെയ്യുമ്പോൾ എന്തായാലും നല്ല ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകും. ബൈ.